പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നാം എല്ലാവരും സ്വർഗരാജ്യത്തിൽ അഥവാ നിത്യതയിൽ എത്തുവാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. കർത്താവിനോടുകൂടി സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ ഏതെല്ലാം വിധങ്ങളിലുള്ള കർമ്മ പദ്ധതികൾ, ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ വിശുദ്ധ വചനം എന്താണ് നമ്മോട് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ലോക പ്രശസ്തമായ യേശുവിൻ്റെ പർവ്വത പ്രസംഗമാണ്. അതേ തുടർന്ന് ശിഷ്യന്മാരോട് കൂട്ടത്തോടായും ശുശ്രൂഷകരായും അവർ ഈ ആത്മീയ മേഖലയിൽ നിലകൊള്ളേണ്ടതിനായിട്ടുള്ള ഉപദേശങ്ങളായും അനേക കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അങ്ങനെ 7-ാം അധ്യായത്തിൽ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവരെ വിധിക്കരുത്. അങ്ങനെ പറഞ്ഞുവെന്ന് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. അവർ പല കാര്യങ്ങൾ പുറമെ ചെയ്യുന്നുവെന്ന് തോന്നിപ്പിക്കുന്നു, പക്ഷേ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ആത്മീയരുടെ പൊതു സ്വഭാവം പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3-ാം തീയതി ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. സത്യസന്ധമായി ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വചനപ്രകാരം ഒരു സ്വയ പുനർവിചിന്തനം ചെയ്താൽ മാത്രം മതി. ഒരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്, അവർ ഇഷ്ടത്തോടെ ചെയ്തു വന്നത്, അത് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാർ ചെയ്തു വന്നത് നാം ചെയ്യുന്നു. നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് നാം ചെയ്യുന്നു. നാം പോകുന്ന കൂട്ടായ്മ, ആരാധന, നമ്മൾ ഒരുപക്ഷെ ഒരു മാതൃകാ പുരുഷനായിട്ടോ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ ഒരു റെസ്പെക്റ്റായിട്ട് കരുതുന്ന ആളായിട്ടോ ഒക്കെ സൂക്ഷിച്ച് ഹൃദയത്തിൽ കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. ആ ആൾ ചെയ്യുന്നത് പോലെ, ആ ആൾ പറയുന്നത് പോലെ. അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒരാത്മീയ മേഖല കെട്ടിപ്പടുത്തു വെച്ചിരിക്കുകയാണ്. നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മേൽ പറയപ്പെട്ട 6-7 കൂട്ടം കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇന്നുവരെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം എന്നുള്ള നിലയിൽ നമ്മിൽ ആരെങ്കിലും
ഒരു പ്രാവശ്യമെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ? പണ്ട് പുരാതനമായി കണ്ടും കേട്ടും വളർന്നു വന്നതും ശീലിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും അല്ലാതെ സ്വയം ദൈവവചനം വായിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പിതാവിന്റെ ഇഷ്ടം ഇതാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്, അല്ലാതെ സഭയുടെ ഇഷ്ടം ചെയ്യുന്നവരല്ല. ഉപദേശിയുടെ, പാസ്റ്ററിന്റെ, അച്ഛന്റെ, നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആരും നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ചെയ്താൽ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിന്റെ വചനം പറഞ്ഞത് ഞാനൊന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല. ആയിക്കോട്ടെ, എന്നാലും ഒരാളെങ്കിലും ചിന്തിക്കുമല്ലോ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന്. അതുകൊണ്ട് മുതിർന്നവരെയോ മാതാപിതാക്കളെയോ സഭയെയോ അച്ഛന്മാരെയോ പാസ്റ്റർമാരെയോ ബഹുമാനിക്കേണ്ടെന്നും അനുസരിക്കേണ്ടെന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പരിശുദ്ധാത്മ നിറവോടെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. അല്ലാത്തവർ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ പ്രയത്നങ്ങളൊക്കെ നിത്യതയിലെത്താനാണ്. നിത്യതയിൽ നമ്മളെ ഇവയൊന്നും എത്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് നിത്യതയിൽ എത്താതെ ഈ കർത്താവേ കർത്താവേ എന്ന് നാഴികയ്ക്ക് 40 വട്ടം ചൊല്ലിക്കൊണ്ട് നടന്നാൽ ദൈവവചനം നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ പറയാനുണ്ട്, ഒത്തിരി ശുശ്രൂഷകൾ പറയാനുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത്, ദശാംശം കൊടുത്തത്, കൺവെൻഷൻ നടത്തിയത്, കഷ്ടപ്പെട്ട ഓണവാര വേല ശുശ്രൂഷ ചെയ്തത്, ദൈവമക്കളെ സേവിച്ചത്, ഭക്ഷണം കൊടുത്തത്, ഒത്തിരി പറയാനുണ്ട്. ഇവയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. അയ്യോ, ഇതെന്തൊരു കർത്താവാ! അതെ, ഹൃദയംഗമായി ദൈവവചനം പാലിക്കാതെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇതെല്ലാം ദൈവഹിതമാണെന്ന് വരുത്തി തീർക്കുന്ന നമ്മെ വിളിക്കുന്ന പേരും നാം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ദൈവമിട്ട പേരുമാണ് അധർമ്മം. ധർമ്മവിരുദ്ധമായിട്ടാണ് ചെയ്തത്. അധർമ്മം ചെയ്തതിനാൽ അധർമ്മം ചെയ്തവരെ നാം അധർമ്മികളായി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവജലം ശ്രവിക്കുന്ന ഞാനും നിങ്ങളും ഏത് പേരിന് അർഹരായിത്തീരും? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് കർത്താവിന് ശ്രേഷ്ഠമായിട്ടുള്ളത്, കർത്താവിന് ഇഷ്ടമായിട്ടുള്ളത്, കർത്താവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്യുവാൻ നാം മുതിർന്നാൽ ഒരുപക്ഷെ ചില പ്രശ്നം ഉണ്ടാകും. ചിലർ നമ്മളോട് പിണങ്ങിയെന്നിരിക്കും. ചില കാര്യങ്ങളിൽ നോ എന്ന് പറയേണ്ടി വരും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റാതെ വരും. ഇപ്പൊ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? എല്ലാത്തിനും ആമീൻ പറയും, എല്ലാരോടും ചിരിച്ചു കാണിക്കും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പൗലോസ് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും സ്തോത്രവും ആമീനും പറഞ്ഞാ ഇപ്പൊ പോകുന്നത്. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാറ്റിനും ആമീൻ പറയാൻ പറ്റത്തില്ല. നോന്ന് പറയേണ്ടിടത്ത് നോന്ന് പറയേണ്ടി വരും. യേസ് പറയേണ്ടിടത്ത് മാത്രം യേസ് പറയേണ്ടി വരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കണം, ദൈവഹിതമായിരിക്കണം, നിത്യതയിൽ എത്തുന്നതായി തീരണം. ഈ ലോകത്തിൽ ചില ബുദ്ധിമുട്ടിയാലും, ചിലരൊക്കെ ഇച്ചിരി പിണങ്ങിയാലും, ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും, നമ്മിൽ നിന്ന് വിട്ടുപോയാലും സ്വർഗത്തിലെ ദൈവം നമ്മളെ കൂടെയാണെങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടണ്ട, ഒന്നും പേടിക്കണ്ട, ആരെയും ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട. കാരണം കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് പകൽക്കാലം ജീവജലം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും നാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് നിർത്തിയിട്ട് അവസാനിപ്പിച്ചിട്ട് ഹൃദയംഗമായി കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം ചെയ്തിട്ട്
സ്വർഗരാജ്യത്തിൽ കടക്കുവാനുള്ള പദ്ധതി നാം അവലംബിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. അവിടെ ട്രാക്കുണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, പാലിക്കേണ്ടതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്, നാം സ്വയം സ്വീകരിക്കേണ്ടതായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ പുത്തൻ പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന്റെ മക്കളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിനോട് കൂടെ നിത്യതയിൽ യുഗായുഗങ്ങൾ വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും ദിനമാക്കണമേ. ഞങ്ങൾ നാവുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരായിട്ടല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് നിത്യതയിലെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ വചനപ്രകാരം ഞങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് കുറവുകളെ സമർപ്പിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി കൊള്ളാകുന്നവരായി തീരുവാൻ ഇടയാക്കണമേ. വചനം കേട്ട നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നാം നാവുകൊണ്ട് ജൽപ്പനം ചെയ്യുന്നവരായി തീരാതെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ദൈവകൃപയോടെ ജീവിച്ച് സന്തുഷ്ട ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.